ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായുള്ള സഖ്യം തള്ളി തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. പശ്ചിമബംഗാളിലെ മുഴുവൻ സീറ്റുകളിലും തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചു. പഞ്ചാബിൽ സഖ്യത്തിനില്ലെന്ന് മുഖ്യമന്ത്രി ഭഗവത് മാനും വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കെതിരെ ഒന്നിച്ചു പോരാടാനുള്ള ശ്രമവുമായി ഇന്ത്യ സഖ്യം മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും തീരുമാനം. പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന് വ്യക്തമാക്കിയ മമതാ ബാനർജി 42 ലോക്സഭാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ദേശീയതലത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തെക്കുറിച്ച് ആലോചിക്കും. കോൺഗ്രസുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കോൺഗ്രസിന് നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അവർ അതെല്ലാം നിരസിച്ചെന്നും മമത ആരോപിച്ചു. മമതയ്ക്ക് പിന്നാലെ പഞ്ചാബിൽ തനിച്ചു മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടിയും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 13 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള 40 സ്ഥാനാർത്ഥികളുടെ ചുരുക്കപ്പട്ടിക ആം ആദ്മി പാർട്ടി തയ്യാറാക്കിയതായി മുഖ്യമന്ത്രി ഭഗവത് മാൻ പറഞ്ഞു. അതേസമയം മമത ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാവാണെന്നും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. മമതയുടെ തീരുമാനം ഞെട്ടിച്ചെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു. ബംഗാളിൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടരുകയാണെന്നും എല്ലാവർക്കും യോജിക്കാവുന്ന തീരുമാനം ഉടനുണ്ടാകുമെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.